ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്തുള്ള സൂ, അതായത് മൃഗശാലയിലാണ് ഇന്ന് ഞങ്ങൾ പോയത്. അവിടുത്തെ കുറേ വിശേഷങ്ങളോ അവിടെയുള്ള മൃഗങ്ങളും പക്ഷികളും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം നമ്മൾ നേരെ പോയി ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഒരാൾക്ക് 40 രൂപ വെച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. പ്ലാസ്റ്റിക് കുപ്പികളും സഞ്ചികളൊന്നും അതിൻ്റെ ഉള്ളിൽ അവർ കയറ്റത്തില്ല. ചെറിയ ചെറിയ ബാഗ് മാത്രമേ കയറ്റൂ, വലുതല്ല. അതിൻ്റെ അപ്പുറത്തോട്ട് ക്ലോക്ക് റൂമുണ്ട്, അവിടെ വയ്ക്കുക. പിന്നെ നമുക്ക് വെള്ളം കയറ്റിയില്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ ശരിക്കും വെള്ളം കിട്ടുന്നതായിരിക്കും കുടിക്കാൻ. ഓരോ മൃഗങ്ങളെ നമ്മൾ കാണാൻ നിൽക്കുമ്പോഴും അതിൻ്റെ സൈഡിലായിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ളൊരു ബോർഡ് കാണും. അപ്പം നമുക്ക് ആ ബോർഡ് കണ്ടാൽ അത് ഏത് മൃഗമെന്ന് മനസ്സിലാവുന്നതായിരിക്കും. നമ്മൾ കയറി ചെല്ലുന്നിടത്തായിട്ടാണ് കുരങ്ങന്മാരുടെ സെക്ഷൻ. ഇത് സിംഹവാല കുരങ്ങനാണ്. പിന്നെ അവിടെ എല്ലാം മഞ്ചാടി വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോ മൃഗങ്ങളെ കിടത്തുന്നതിൻ്റെ അടുത്തും ഓരോ വ്യത്യസ്ത രീതിയിലാണ് അവിടെ ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ബംഗാൾ കുരങ്ങാണ് ആ നടന്നു പോയത്. അതുപോലെ തന്നെ നമ്മൾ മൃഗങ്ങളെ കാണുന്ന പോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വൃക്ഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം അതിനകത്ത് ബോർഡ് ഇട്ടിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയപ്പോൾ അടുത്തത് ഓരോന്ന് കണ്ട് പോകുന്ന വഴിക്ക് നല്ലതുപോലെ നമുക്ക് ആസ്വദിച്ച് നടക്കാം. ഇഷ്ടം പോലെ ഉണ്ട്, നടക്കാനായിട്ട് ഉണ്ട്. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് റോഡിൻ്റെ സൈഡിലായിട്ട് കിടന്ന് സ്റ്റാർ പുളിഞ്ചിക്ക ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അത് ഞങ്ങൾ കഴിച്ച്. പിന്നെ നമ്മൾ പോകുന്നത് പക്ഷികളുടെ സെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കാപ്പിയാണിത്. പക്ഷെ കാപ്പി നോക്കിയിട്ട് കണ്ടില്ല, പൂത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പം കഴുകനെയും ഒരു പരുന്തിനെയും ഒരു കൂട്ടിലിട്ടേക്കുന്നു. അതാണിത്. കഴുകനും ഒരു പരുന്തുമാണ് ആ കൂട്ടിലുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പം ഈ കാണുന്ന മുതലേന്ന് വെച്ചാൽ അത് മീനെ മാത്രം കഴിക്കുന്ന മുതലയാണിത്. അപ്പോൾ 2 പേരുണ്ടായിരുന്നു. 2 പേരും നല്ല ഉറക്കമായിരുന്നു. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേന് ഇതാണ് കൊക്കുകൾ. തോനെയും കൊക്കുണ്ടായിരുന്നു, ഒരുപാട് കൊക്കുണ്ടായിരുന്നു. എല്ലാവരെയും കൂടെ അതേ രീതി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പറന്നു പോകാതിരിക്കാൻ മുകളിലും നെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിലെല്ലാം നമുക്ക് നെറ്റാണ് കാണുന്ന രീതിയിൽ നെറ്റിട്ടിരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് ടോയ്ലറ്റിൽ പോകാനും കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പോകാൻ, കുറച്ച് നേരം ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാനായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ കൊക്കുകളെ നമുക്ക് നല്ല ഗ്ലാസ്സോടെ കാണാനും അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് നീർനായ എന്ന് പറയുന്ന ഒരു മൃഗം. നല്ല കുളിയായിരുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, നീർനായയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളും അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് കരടിയെ കണ്ടത്. തേൻ കരടിയാണ് ഈ കാണുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല നടത്തിയായിരുന്നു. പിന്നെ ആ നക്ഷത്രാമ, അങ്ങനെ കുറച്ച് മൃഗങ്ങളെ അവരൊരു ചെറിയ കൂടുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മളിനി അടുത്ത സെക്ഷനിലോട്ട് നടന്നു പോവുകയാണ്. ഇതാണ് സിംഹം ഡേഞ്ചറായിട്ടുള്ള ആനിമൽസിനെ ഇട്ടിരിക്കുന്ന സെക്ഷനാണിത്. സിംഹത്തിനെ നമ്മൾ കണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ എമ്മു ഇങ്ങനെ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്ന രീതിയിലുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ കാണ്ടാമൃഗത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട്, നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് കുറച്ച് നേരം വിശ്രമിച്ചിട്ടും നമ്മളേതായിട്ടുള്ള രീതിയിൽ കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിക്ക് വെയിലൊന്നും അടിക്കത്തില്ല. അവിടെ നല്ല തണലാണ്, മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല തണലൊക്കെയാണ്. ഇതാണ് കൃഷ്ണമൃഗം. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ആ ഒരു എല്ലാവരും കൂടി നിൽക്കുന്ന നല്ല രസമായിരുന്നു കാണാൻ. ഈ പക്ഷി ബ്രൗൺ റിയ എന്ന് പറയുന്ന ഈ പക്ഷി അവിടെ മുട്ടയിട്ടിട്ട് അതിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു. പാമ്പുകളുടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. അത് കാരണം ഞങ്ങളവിടെ കയറിയിട്ട് ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അവിടെ നിന്ന് പിന്നെ നമുക്ക് നേരെ ഇതിലോട്ട് ഇറങ്ങാവുന്നതാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് പാർക്ക് പോലെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടൊക്കെ പോയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കണ്ടവർക്ക് ലൈക്ക് ചെയ്തിട്ട് പോകണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.